ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. പ്രഥമൻ എന്ന് വെച്ചാൽ ഒന്നാമൻ എന്നാണ് അർത്ഥം. അപ്പോൾ പായസങ്ങളിൽ ഒന്നാമനായിട്ടുള്ള അടപ്രഥമൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. നല്ല അടിപൊളി റെസിപ്പിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഇതുപോലൊരു വലിയ ഉണ്ട ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം 200 ഗ്രാം അട എടുത്തിട്ടുണ്ട്. അപ്പോൾ 200 ഗ്രാം അടയ്ക്ക് 400 ഗ്രാം ശർക്കര ചേർക്കണം എന്നാണ് എല്ലാവരും പൊതുവെ പറയുന്നത്. ഒരു 300 ഗ്രാം ശർക്കര ആയാലും മതി. അപ്പോൾ ഒരുപാട് മധുരം വേണ്ടാത്തവർക്ക് 300 ഗ്രാം ശർക്കര ചേർത്താലും മതി. 400 ഗ്രാം വരെ ആകാം നല്ല മധുരം വേണ്ടവർക്ക്. അപ്പം 300 400 അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക. 200 ഗ്രാമിൻ്റെ ഇതുപോലൊരു പാക്കറ്റ് അടയാണ് എടുത്തിട്ടുള്ളത്. ഒരു 30 ഏലക്ക, ഒരു പീസ് ചുക്ക്, ഒരു 3/4 ടേബിൾ സ്പൂണോളം ജീരകം വറുത്ത് പൊടിച്ചത്, ഇത്രയും എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഇതെല്ലാം പൊടിച്ചെടുക്കണം. നിങ്ങൾ ഇത്രയും എടുക്കണ്ട, ഇതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്താൽ മതി. ബാക്കി വരുന്നത് നിങ്ങൾക്കൊരു ടിന്നിലിട്ട് സൂക്ഷിക്കാം. ഒരു 3 ടീസ്പൂണേ നമുക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ളൂ. ഏലക്കായും ചുക്കും മിക്സിയുടെ ചെറിയ ബൗളിൽ എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ആദ്യം ഞാനൊന്ന് പൊടിച്ചു. എന്നിട്ട് പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തു. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു തേങ്ങ ഫുൾ ചിരകി എടുത്തിട്ട് അതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സിയിലൊന്ന് അടിച്ച് 1/4 പാല് പിഴിഞ്ഞെടുക്കുക. 1.5 ഗ്ലാസ് 1/4 പാല് കിട്ടും. ശേഷം അതിലേക്ക് വീണ്ടും 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് മിക്സിയിലടിച്ച് പിഴിഞ്ഞെടുക്കുക, അരിച്ചെടുക്കുക. അപ്പോൾ 2.5 ഗ്ലാസ് 2/4 പാല് കിട്ടും. അങ്ങനെ തേങ്ങാപ്പാൽ ഒരു തേങ്ങയിൽ നിന്ന് 1.5 കപ്പ് 1/4 പാലും 2.5 കപ്പ് 2/4 പാലും എടുത്തു വെക്കുക. ഇനി ഫ്രൈ ചെയ്തെടുക്കാനുള്ള കുറച്ച് നട്ട്സും കിസ്മിസും തേങ്ങാക്കൊത്തും എല്ലാം കുറച്ച് മതി. ഇനി അട വേവിക്കാൻ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. വെള്ളം നല്ല തിളച്ച ശേഷമേ അട ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ അത് പരസ്പരം ഒട്ടിപ്പിടിക്കും. നല്ല ചൂട് തിളച്ച വെള്ളത്തിൽ വേണം അട ഇടാൻ, അപ്പോൾ അത് പരസ്പരം ഒട്ടിപ്പിടിക്കില്ല. അട തിളച്ച വെള്ളത്തിൽ ചേർത്തതിന് ശേഷം ഒരു തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. പരസ്പരം ഏതെങ്കിലും ഒട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. അടപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ എടുക്കുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് എല്ലാവരും ഇതൊരു ഉണ്ടാക്കാൻ ഭയങ്കര പ്രയാസമാണെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ചെറിയ അളവിൽ ഒരു കുടുംബത്തിന് മാത്രം ഒരു നേരം കഴിക്കാൻ ഉണ്ടാക്കുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടില്ല. ഒരു തേങ്ങയെ നമുക്ക് ആവശ്യമുള്ളൂ. അട ഒരു 20-25 മിനിറ്റ് അതിനുള്ളിൽ വേവും. 20 മിനിറ്റിൽ വേവും, മാക്സിമം 25 മിനിറ്റ്, അതേ കൂടുതൽ നിങ്ങൾ വെക്കണ്ട. അട നന്നായിട്ട് വെന്തില്ലെങ്കിൽ പിന്നെ നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ശർക്കര പാനിയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് കല്ലിച്ചു പോവും. അതുകൊണ്ട് ഇപ്പം നന്നായിട്ട് വേവിച്ചാലേ നമുക്ക് പായസത്തിൽ കറക്റ്റ് വേവായി ഇരിക്കത്തുള്ളൂ. ഈ അട ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ 25 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ് വെച്ചാലും മതി. ശർക്കര പാനിയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അട വേവില്ല. അതുകൊണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇനി 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് ഇതൊന്ന് കഴുകിയെടുക്കണം. അതിലെ പശയും ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്, കട്ട് മാറാനെന്നൊക്കെ പറയാറുണ്ട്. അട ഞാനൊരു 3 തവണ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ പശയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര ഒരു പാത്രത്തിൽ ചെറുതായിട്ടിങ്ങനെ പൊടിച്ചിട്ടിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. തിളച്ച് ഈ കട്ടയെല്ലാം പൊടിഞ്ഞ് വെള്ളമായിട്ട് മാറുമ്പോൾ നമുക്ക് ഓഫാക്കി മാറ്റി വയ്ക്കാം. മട്ട അരിയുടെ അടയും കിട്ടും, ചുവന്നിരിക്കും. ഇത് വൈറ്റ് കളറിലുള്ള അടയല്ലേ, ചുവന്ന കളറിലിരിക്കും. അത് വെച്ച് ചെയ്താൽ നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കിതുവരെ ഷോപ്പിൽ നിന്ന് അത് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ വേവിന് ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അത് പെട്ടെന്ന് വേവെന്ന് തോന്നുന്നു. ഇതെല്ലാം ഉരുകി ഇപ്പോൾ ഒരുപോലെ ആയിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ വെക്കുമ്പോൾ ചിലപ്പം പത പോലെ വരും. അങ്ങനെ പത പോലെ വരുവാണെങ്കിൽ ഇതുപോലൊരു തവി വെച്ചിട്ട് ഇങ്ങനെ കോരി മാറ്റി കളയാം. നല്ല ശർക്കര ആണെങ്കിൽ ചിലപ്പോൾ പതയൊന്നും വരില്ല. ഇപ്പം ഞാനെടുത്ത ഈ ശർക്കരയ്ക്ക് പതയൊന്നും വന്നില്ല. ഇനി അടപ്രഥമൻ തയ്യാറാക്കാനുള്ള ഒരു കട്ടിയുള്ള പാത്രം ഫ്ലെയിമിലോട്ട് വയ്ക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ചൂടാക്കുക.
അതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒരു അരിപ്പയിലൂടെ അരിച്ച് ഒഴിക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാലേ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഇനി ഈ ശർക്കരപ്പാനിയിലോട്ട് നമുക്ക് അട വേവിച്ചത് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ചൗവരി ചേർക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ അട വേവിച്ച പോലെ സെപ്പറേറ്റ് ആയിട്ട് ചൗവരി വേവിച്ച് ഈ സമയത്ത് അടയോടൊപ്പം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കുക. ഇത് ഇനിയൊന്ന് നന്നായിട്ട് വറ്റി വരണം. നന്നായിട്ട് വറ്റി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ മധുരം മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ശർക്കരയൊക്കെ അടയിലോട്ട് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. അതിനുശേഷം 2ാം പാല് ചേർത്ത് കൊടുത്ത് തിളപ്പിക്കാം. ഇതപ്പോൾ അവിടെ ഇരുന്ന് തിളക്കട്ടെ. ഇടയ്ക്കൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഗാർണിഷ് ചെയ്യാനുള്ള നട്ട്സൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് തേങ്ങാക്കൊത്ത് ആദ്യം വറുക്കുക. തേങ്ങാക്കൊത്തൊന്ന് ലൈറ്റായിട്ടൊന്ന് ചുമക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം കിസ്മിസും കൂടെ ചേർത്ത് അതൊന്ന് വീർത്ത് വരുമ്പോൾ നമുക്ക് ഓഫാക്കാം. പായസം റെഡിയായിട്ട് ലാസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പാണ് ഇത്. ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടി ഇടയ്ക്ക് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്തിട്ട് ഈ പാത്രത്തിൽ തന്നെ നിങ്ങൾ വെച്ചാൽ ഇത് ഇരുന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് വേറൊരു പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പാൻ എടുത്ത് വയ്ക്കുക. അപ്പം പിന്നെ അത് ഫ്രൈ ആവത്തില്ല. നമ്മുടെ പായസം ഇപ്പോൾ ഒരുമാതിരി വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് വറ്റിക്കേണ്ട ആവശ്യമില്ല, ഈ പരുവം മതി. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ചുക്കും ഏലക്കായും ജീരകവും ചേർത്തിട്ടുള്ള പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടീസ്പൂൺ നിറച്ച് ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് 1ാം പാല് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. 1ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ചെറിയൊരു പുക പോലെ വരുമ്പോൾ ഓഫാക്കണം. ഇതുപോലെ ഒന്ന് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാവുമ്പോഴത്തേക്ക് ഓഫാക്കുക. ഇപ്പം നന്നായിട്ട് മിക്സായി ഒന്ന് ചൂടായിട്ടുണ്ട്. ചെറിയൊരു പുക പോലെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കുകയാണ്. ചൂടിലിരുന്ന് തിളയ്ക്കാതിരിക്കാൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയും ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അടപ്രഥമൻ ശരിയാക്കി എടുക്കാൻ. ഇത് ഇരുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ കുറുകും. അപ്പോൾ അന്നേരം കറക്റ്റായി വരാനാണ് ഇങ്ങനെ ലൂസായിട്ട് എടുക്കുന്നത്. ഇത് എനിക്ക് കറക്റ്റായിരുന്നു. ഞാൻ പിന്നെ പാലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിരുന്നു ഉള്ളത്. പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തപ്പോഴും പിന്നെ എനിക്ക് പാലൊന്നും ചേർത്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല. കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിലായിരുന്നു. പിന്നെ നിങ്ങളുടേത് കൂടുതൽ കുറുകി പോവുകയാണെങ്കിൽ പശുവും പാലും എല്ലാം തിളപ്പിച്ച് അരിച്ച് ചേർത്ത് കൊടുത്ത് നിങ്ങൾക്ക് ലൂസാക്കാം. അതിൻ്റെ ആവശ്യം വരത്തില്ല. കാരണം 1.5 കപ്പ് 1ാം പാലാണല്ലോ നമ്മൾ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരത്തില്ല. ഇതിപ്പോൾ ഒരു 6-7 ഗ്ലാസ് കഷ്ടിച്ച് കാണത്തുള്ളൂ. അപ്പം കൂടുതൽ വേണമെങ്കിൽ എല്ലാം ഡബിൾ ക്വാണ്ടിറ്റിയിലെടുത്ത് ചെയ്യാം. അല്ല ഇത്രയും സാധനങ്ങൾ വെച്ച് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ 1/2 കപ്പ് ചൗവരിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. 1/2 കപ്പ് ചൗവരി വേവിച്ച് അട ചേർക്കുന്നതിനോടൊപ്പം ചേർത്ത് കൊടുക്കുക. അന്നേരം കൂടുതൽ തേങ്ങാപ്പാൽ നിങ്ങൾ ചേർക്കേണ്ടി വരും. ഞാൻ ചൗവരി ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ ടേസ്റ്റ് ചൗവരി ചേർക്കാതെ ഉണ്ടാക്കിയപ്പോഴാണ് തോന്നിയത്. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യണം.
എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം.